നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഹോട്ടലിൽ, ഈ റോഡുള്ള പഴയ ഹോട്ടലിൽ വീണ്ടും ഇലയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തവണ എന്തൊക്കെയാ പറഞ്ഞ ദിവസം? ബിരിയാണിയും കൊത്തു പൊറോട്ടയും. ബിരിയാണിയും കൊത്തു പൊറോട്ടയും. ബിരിയാണിയും കൊത്തു പൊറോട്ടയും. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ കഴിച്ച് എൻ്റെ ബിരിയാണി എത്തിക്കഴിഞ്ഞു. ഓക്കെ, കസിൻ്റെ കൊത്തു പൊറോട്ട കൂടെ വരാറുണ്ട്. ഇങ്ങോട്ട് നോക്കി, എൻ്റെ കൊത്തു പൊറോട്ട കൊത്തുന്നേ ഉള്ളൂ, അതിപ്പോൾ വരും. അപ്പം ഞാനിന്ന് ബിരിയാണി അടിച്ചോളാം. കൊല്ലി ഞാൻ എൻ്റെ കൊത്തു പൊറോട്ട വരും. ഈ ബിരിയാണി ഷെയർ കസിന് വേണമെന്നാണ് പറയുന്നത്. നമ്മൾ കഴിക്കാം, എടുക്കാം, ഷെയർ ചെയ്യാം. നീ എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ബിരിയാണി കഴിച്ച് തുടങ്ങി. ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ബിരിയാണിയിൽ തുടങ്ങി. അതെ, ബിരിയാണി തുടങ്ങി ഓക്കെ. ഒരു കസിൻ്റെ കുത്തുണ്ട്. ഓക്കെ, ബിരിയാണിക്ക് ശേഷം നമ്മളത് ട്രൈ ചെയ്യും. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല അടിപൊളി ബിരിയാണി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൊത്തു പൊറോട്ട കഴിക്കുന്നേ ഉള്ളൂ, കഴിച്ചിട്ട് പറയാം. ഓക്കെ, എന്ന് പറ. കൊത്തു പൊറോട്ട എങ്ങനെയുണ്ട്? ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള തമിഴൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. തമിഴൻ നേരെ ഓപ്പോസിറ്റാണ്. ഭയങ്കര ടേസ്റ്റാണ് എല്ലാ സാധനങ്ങളും. അത് കൊത്തു പൊറോട്ട ആയാലും അതിൻ്റെ ഒരു ഓതൻറ്റിക് ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി ആയാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. സോ വരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഫുഡാണ്. ഓക്കെ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ.